ഹായ് ഓൾ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു അനാലിസിസ് ആൻഡ് പ്രഡിക്ഷൻ സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പം നമ്മൾ ഇന്നലത്തെ ഒരു നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ മൊമെൻറ്റം ആരെങ്കിലും ക്യാപ്ചർ ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇന്നലെ നിഫ്റ്റി ആണെങ്കിൽ നിയർലി ഒരു 800 പോയിൻറ്റ്സിൻ്റെ ഒരു മൊമെൻറ്റമാണ് ആക്ച്വലി തന്നത്. ഓക്കെ, 800 പോയിൻറ്റ്സ്. ഓക്കെ, അതിൽ എത്ര പേര് ട്രാപ്പായിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എത്ര പേര് ആ ഒരു മൊമെൻറ്റത്തിൽ കൂടെ ഒന്ന് മൊമെൻറ്റം ക്യാപ്ചർ ചെയ്യാനും നോക്കിയെന്നും അറിയത്തില്ല. ഓക്കെ, അപ്പ് സൈഡിലോട്ട് ഇന്നലെ മാർക്കറ്റ് 600 പോയിൻറ്റ്സ് ആണ് പോയത്. 600 പോയിൻറ്റ്സ്. ഓക്കെ, ഡൗൺ സൈഡിലോട്ട് മാർക്കറ്റ് വന്നത്. ഓക്കെ, ഇന്നലെ മാർക്കറ്റ് വന്നത് 284 പോയിൻറ്റ്സ്. ഓക്കെ, 284 പോയിൻറ്റ്സ്. 284. അപ്പം 600 പ്ലസ് 284 നിയർലി 884 പോയിൻറ്റ്സ് ആണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ 900 പോയിൻറ്റ്സിൻ്റെ ഒരു മൊമെൻറ്റമാണ് ഇന്നലെ നിഫ്റ്റിയിൽ തന്നത്. ഓക്കെ, ഇന്നലെ നിഫ്റ്റിയിൽ തന്നത്. ഓക്കെ, സെയിം ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും സെയിം അതുപോലെ ഇന്നലെ 1% മൊമെൻറ്റം ഉള്ള ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ ഇന്നലെ പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. ഓക്കെ, നിയർലി 900 പോയിൻറ്റ്സോളം ബാങ്ക് നിഫ്റ്റി ഡൗൺ സൈഡ് വന്നിട്ട് ആ ഒരു 900 പോയിൻറ്റ്സിൻ്റെ എബോ പ്ലസ് എത്രയാണ് ഇന്നലെ ബാങ്ക് നിഫ്റ്റി ലോ ക്രിയേറ്റ് ചെയ്തത് 52,266 ആണ്. ഓക്കെ, എന്നിട്ട് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തതോ 53,662. ഓക്കെ, മൊമെൻറ്റം കുറവാണ് എന്നെല്ലാവരും പറയുന്നുണ്ടോ? പക്ഷേ നല്ല മൊമെൻറ്റമാണ്. ഈ ഒരു മൊമെൻറ്റത്തിലാണ് നമുക്ക് എന്താണ് ഓപ്ഷൻ ബയേഴ്സിന് ഭയങ്കര ഫേവറബിൾ. ആക്ച്വലി 2-3 ദിവസം നമുക്ക് എന്താണ് ഓപ്ഷൻ ബയേഴ്സിനും ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള ദിവസങ്ങളായിരുന്നു. ഓക്കെ, പക്ഷേ ഓപ്ഷൻ സെല്ലേഴ്സിനാണെങ്കിലോ കഴിഞ്ഞ ഒരു 3 ദിവസം ഓക്കെ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേയിലും കൺക്ലൂഡ് ചെയ്ത് പറയാം, ഓപ്ഷൻ സെല്ലേഴ്സിൻ്റെ ഒരു ടൈമായിരുന്നു. ഓക്കെ, ജസ്റ്റ് ഓപ്പണിംഗ് ടൈം, ക്ലോസിംഗ് ടൈം, ആ ഒരു ക്യാൻഡിൽസിൻ്റെ ഹൈ ലോ മാർക്ക് ചെയ്യുക, എന്നിട്ട് അറൗണ്ട് ഒരു 200 പോയിൻറ്റ്സിൻ്റെ ഒരു സേഫ് ബ്രേക്ക് ഇട്ടിട്ട് ഒരു അയൺ കൗണ്ടറോ അല്ലെങ്കിൽ സ്ട്രാങ്കിളോ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് തന്നെ നല്ല പ്രീമിയം ഡേക്ക് കിട്ടുമായിരുന്നു. ഓക്കെ, ഈസി ആയിട്ട് തന്നെ നല്ല പോയിൻറ്റ്സ് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. ഓക്കെ, സെയിം അതുപോലെ തന്നെയാണ് എന്താണ് ബാങ്ക് നിഫ്റ്റിയും നിഫ്റ്റിയുടെയും കേസ്. ഓക്കെ, ഇന്നലെ നല്ല മൊമെൻ്റ് ആയിരുന്നു. ലാസ്റ്റ് ഒത്തിരി നാൾക്ക് ശേഷം നല്ല ഒരു കൺവിൻസിങ് ട്രേഡ്സ് കുറച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ചെറിയ ചെറിയ സ്കാൽപ്പിങ് കാര്യങ്ങളൊക്കെയാണ് കിട്ടിയിട്ടുള്ളത്. പക്ഷേ നമ്മുടെ ഒരു പ്രോപ്പർ എൻട്രി സെറ്റപ്പിലോട്ടാണ് മാർക്കറ്റ് വന്നത്. പക്ഷേ എന്താണ് നമ്മുടെ ആ ഒരു എൻട്രി ക്രൈറ്റീരിയയിൽ വന്ന് ടാപ്പ് ആയതിനു ശേഷം അല്ല അപ്സൈഡിലോട്ട് പോയത്. ഓക്കെ, കാരണം മാർക്കറ്റിൽ അത്ര നല്ല ബയേഴ്സ് ആക്റ്റീവ് ആയിരുന്നു, നല്ല വോളിയം ഉണ്ടായിരുന്നു. ഓക്കെ, അത് കാരണം എന്താണ് മാർക്കറ്റിൽ നല്ല മൊമെൻ്റ് ഉണ്ടായിരുന്നു, നല്ല മൊമെൻ്റ്. ഓക്കെ, അപ്പം എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ലിക്വിഡിറ്റി ട്രേഡർ അർജുൻ എന്നുള്ള യൂട്യൂബ് ചാനലാണ്. ഓക്കെ, ലിക്വിഡിറ്റി എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് നമ്മൾ ഓപ്ഷൻ ബൈയിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഓക്കെ, ലിക്വിഡിറ്റി. ഓക്കെ, അപ്പം ഇന്നലത്തെ നമുക്ക് ജസ്റ്റ് ഒരു ലിക്വിഡിറ്റിയുടെ ഒരു ബേസിൽ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് നിഫ്റ്റിയുടെ ഒരു 15 മിനിറ്റ്സ് ചാർട്ടാണ്. ഓക്കെ, ആക്ച്വലി നിഫ്റ്റിയുടെ ഒരു ചാർട്ടിൽ നമുക്ക് കാണാൻ പറ്റിയ എന്താണ്, ഓക്കെ ജസ്റ്റ് സെക്കൻഡ്. ഓക്കെ, നിഫ്റ്റിയുടെ ഈ ഒരു ചാർട്ടിൽ നമുക്ക് കാണാൻ പറ്റിയ എന്താണ്, ഇന്നലെ ജസ്റ്റ് നല്ല ഒരു ഷേപ്പ് നോർമലി ഓക്കെ, ആൾക്കാർ വിചാരിക്കുന്നത് എന്താണ്, ഇത് 15 മിനിറ്റ്സ് ചാർട്ടാണ്. ഓക്കെ, മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ്, ഓക്കെ ഇതാണ് മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ. നോർമലി എന്താണ്, ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നോർമലി ആൾക്കാർ വിചാരിക്കുന്നത് എന്താണ്, ചേഞ്ച് ഓഫ് ക്യാരക്ടറാണ്. ഓക്കെ, ചേഞ്ച് ഓഫ് ക്യാരക്ടറാണ്, അതായത് മാർക്കറ്റിൽ ഒരു ഡൗൺ ട്രെൻഡ് ചേഞ്ചായി. പക്ഷേ ഇന്നലെ മാർക്കറ്റിൽ എന്താണ് സംഭവിച്ചത്, ഈ ഒരു ഏരിയയിൽ ലിക്വിഡിറ്റി മാർക്കറ്റ് എടുത്തിട്ട് നേരെ അപ്പ് സൈഡ് ഒരു വി ഷേപ്പ് റിവേഴ്സലാണ്. ഈ ഒരു ടൈപ്പ് റിവേഴ്സൽസ് ഒക്കെ നമുക്ക് മാർക്കറ്റിൽ ഒത്തിരി നാളായി വന്നിട്ട്, നിയർലി പറയുവാണെങ്കിൽ ഒരു 2 to 3 മന്ത്സെങ്കിലും ആയി കാണും ഈ ഒരു ഷേപ്പ് റിക്കവറി വന്നിട്ട് മാർക്കറ്റിൽ. ഓക്കെ, അപ്പം മാർക്കറ്റിൽ ഇങ്ങനെയാണ് സംഭവിച്ചത്. പക്ഷേ എന്താണ് ഇവിടെ ആൾക്കാരെ എല്ലാവരും എന്താണ് ട്രാപ്പ് ചെയ്യിച്ചിട്ടാണ്, ഇഷ്ടം പോലെ ആൾക്കാർ ഇവിടെ എല്ലാം ട്രാപ്പ് ചെയ്യിച്ചിട്ടാണ് മാർക്കറ്റ് ഇത്രയും അപ്സൈഡിലോട്ട് പോയത്. ഓക്കെ, ഇത്രയും അപ്സൈഡിലോട്ട് പോയത്. സെയിം നമുക്ക് വേറെ എന്താണ്, നമുക്ക് നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാലോ. ഓക്കെ, ബാങ്ക് നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാലും സെയിം. ഇത് ഞാനിപ്പോൾ പറഞ്ഞത് ബാങ്ക് നിഫ്റ്റി ആയിരുന്നേ. ഓക്കെ, നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, നിഫ്റ്റിയും സെയിം ഇതുപോലെ തന്നെയാണ്. എന്താണ് ഈ ഒരു ഏരിയയിലെ ലിക്വിഡിറ്റി മാർക്കറ്റ് സ്വീപ്പ് ചെയ്തതിന് ശേഷമാണ് എന്താണ് നെക്സ്റ്റ് അവൈലബിൾ ലിക്വിഡിറ്റിയിലോട്ട് അപ്സൈഡിലോട്ട് മാർക്കറ്റ് പോയത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഏരിയയിലൊക്കെ മാർക്കറ്റ് വന്നവർ എത്ര പേര് സെല്ലിങ് നടത്തിയിട്ടുണ്ട്. ഓക്കെ, ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഇവിടെ ഫോമായി. ഓക്കെ, ഒരു ചേഞ്ച് ഡൗൺ സൈഡിലോട്ട് ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഫോമായി. ഇവിടെ ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ വന്ന് ടാപ്പായി കഴിഞ്ഞാൽ ഡൗൺ സൈഡിലോട്ട് എൻട്രി എടുക്കാം, ഇത് ടാർഗറ്റ് വെക്കാം. പക്ഷേ എത്ര പേർ സ്റ്റോപ്പ് ലോസ് ഹിറ്റായി. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ മാർക്കറ്റിൽ ലിക്വിഡിറ്റി എന്നൊരു കോൺസെപ്റ്റിൽ നല്ല രീതിക്ക് മാർക്കറ്റിൽ നല്ല രീതിക്ക് വർക്കാവുന്നുണ്ട്. ഓക്കെ.
നമ്മൾ നോർമലി അല്ലാതെ ഒരു പ്രൈസ് ആക്ഷനാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഒരു പ്രൈസ് വോളിയം പാറ്റേൺസ് ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, നമുക്കിനിയും ജസ്റ്റ് അനാലിസിസ് വീഡിയോയിലോട്ട് തന്നെ കിടക്കാം. ഓക്കെ, നമുക്കിനിയും ജസ്റ്റ് 1 hour ടൈം ഫ്രെയിം. ഓക്കെ, നമ്മൾ നോർമലി കളക്ട് ചെയ്യുന്ന പോലെ തന്നെ 1 hour ടൈം ഫ്രെയിമിലേക്ക് സ്വീപ്പ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ ഒരു ഏരിയ, ഓക്കെ, ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് എന്താണ്, ഇതിൻ്റെ ലോ ക്രിയേറ്റ് ആയി. ഇനി മാർക്കറ്റിലെ നെക്സ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഏതാണ്? 24,857 എന്ന് പറയുന്ന ടാർഗറ്റ് നെക്സ്റ്റ് ഡേ അല്ലെ കമ്മിങ് ഡേയ്സ് കൺഫേം ആയിട്ട് ഹിറ്റ് ആവും. ഓക്കെ, കൺഫേം ആയിട്ട് ഹിറ്റ് ആവും. കാരണം നെക്സ്റ്റ് അവൈലബിൾ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഒരു അപ്സൈഡിൽ ആ ഒരു ഏരിയയിലാണ്. അപ്പോൾ മാർക്കറ്റ് ആ ഒരു ഏരിയയിലോട്ട് മൊമെൻറ്റം ഷുവറായിട്ട് കാണിച്ചിരിക്കും. ഓക്കെ, മൊമെൻറ്റം നല്ലപോലെ കാണിച്ചിരിക്കും. സെയിം നമുക്കിനിയും നാളത്തെ ഒരു നെക്സ്റ്റ് ഡേയിലേക്കുള്ള അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഇത് ബ്രേക്ക്. അപ്പോൾ ഇതിനിയും ജസ്റ്റ് ഒരു വാലിഡ് അല്ല. ഓക്കെ, ഇനി മാർക്കറ്റിൽ എന്താണ് സംഭവിക്കുന്നത്? ഇനി നമുക്ക് നെക്സ്റ്റ് അവൈലബിൾ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആണ്. എത്രയാണ്? 24,180 എന്ന് പറയുന്നത് നല്ലൊരു ലിക്വിഡിറ്റി ഏരിയ ആണ്. അതേപോലെ തന്നെ നല്ലൊരു ലിക്വിഡിറ്റി ഏരിയ ആണ് ഇത് നമ്മുടെ ഈ ഒരു റേഞ്ച് 24,000. ഓക്കെ, 24,000 എന്ന് പറയുന്നത് നല്ലൊരു ലിക്വിഡിറ്റി ഏരിയ ആണ്. ഓക്കെ, ഇനിയും മാർക്കറ്റിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഈ ഒരു റേഞ്ചിൽ നിന്ന് മാർക്കറ്റ് അപ്പ് സൈഡിലോട്ട് പോയിട്ട് നെക്സ്റ്റ് അവൈലബിൾ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് 25,234 എന്ന് പറയുന്ന ലെവലാണ്. ഓക്കെ, ഇവിടെ നിന്നിട്ട് ഇവിടുത്തെ ഒരു പ്രൈസ് ആക്ഷൻ നോക്കിയിട്ട് നമുക്ക് അപ്പ് സൈഡിലോട്ടോ അല്ലെങ്കിൽ ഡൗൺ സൈഡിലോട്ടോ ട്രേഡ് എടുക്കാവുന്നതാണ്. ഓക്കെ, ഈ ഒരു 2 റേഞ്ചാണ് നമുക്ക് നെക്സ്റ്റ് ഡേയിലേക്ക് ഒരു മാർക്കറ്റിലെ അനാലിസിസിലേക്ക് വേണ്ടി വരുന്നത്. ഓക്കെ, 24,854 എന്ന് പറയുന്ന ലെവലും 24,180 എന്ന് പറയുന്ന ലെവലും. ഓക്കെ, ഡൗൺ സൈഡിലെ ലെവൽസാണ് ഈ ഒരു 3 ലെവൽസ്: 24,180, 24,000 ആൻഡ് 23,873 എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലിക്വിഡിറ്റി ഏരിയാസ് ആണ്. ഓക്കെ, ഇത് നമുക്ക് ഇൻട്രാഡേ ട്രേഡ്സിന് വേണ്ടി നോക്കുമ്പോഴത്തേക്കും എന്താണ്, ഇഷ്ടംപോലെ ഇന്റേണൽ ലിക്വിഡിറ്റീസ് ഉണ്ട്. ഇന്റേണൽ ലിക്വിഡിറ്റീസിൽ ഞാൻ പറഞ്ഞില്ല, ഞാൻ കൂടുതലും ട്രേഡ് ചെയ്യുന്നത് എക്സ്റ്റേണൽ ലിക്വിഡിറ്റീസ് ആണ്. കാരണം എക്സ്റ്റേണൽ ലിക്വിഡിറ്റീസ് ആണ് കൂടുതലും മാർക്കറ്റിനെ നല്ലപോലെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഓക്കെ, ഇന്റേണൽ ലിക്വിഡിറ്റീസ് എടുത്തു കഴിയുമ്പോഴത്തേക്കും നമുക്ക് സ്കാൽപ്പിംഗ് പർപ്പസിന് വേണ്ടി മാത്രമാണ് നമ്മൾ കൂടുതലും ഇന്റേണൽ ലിക്വിഡിറ്റീസ് മാർക്കറ്റിൽ നോക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഈ ഒരു റേഞ്ചസ് ആണ് മാർക്കറ്റിൽ വരുന്നത്. നാളത്തെ മാർക്കറ്റ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഡയറക്ഷൻ നോക്കിയിട്ട് നമുക്ക് അതിനനുസരിച്ച് ട്രേഡും കാര്യങ്ങളും എടുക്കാം. ഓക്കെ, അപ്പം ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടും കാര്യങ്ങളും എല്ലാം ഞാൻ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കയറി ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലോട്ട് നോക്കുമ്പോൾ എന്താണ് സെയിം. ഓക്കെ, ബാങ്ക് നിഫ്റ്റിയിൽ ഇവിടുത്തെ ഒരു ട്രെൻഡ് ലൈൻ ഉണ്ടായിരുന്നു. ആ ഒരു ട്രെൻഡ് ലൈൻ എല്ലാം ബ്രേക്ക് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് എന്താണ് മാർക്കറ്റിൽ ഈ ഒരു ഏരിയാസ് എന്ന് പറയുന്നത് എന്താണ്, വാലിഡ് അല്ല. ഓക്കെ, ഇനിയും അപ്സൈഡിലുള്ള നല്ല ലിക്വിഡിറ്റി ഏരിയ എന്ന് പറയുന്നത് ഇതാണ് മാർക്കറ്റിൽ വരുന്നത് 53,888 എന്ന് പറയുന്നത് ഒരു ലെവൽ തന്നെയാണ് മാർക്കറ്റിലെ നെക്സ്റ്റ് അവൈലബിൾ ലിക്വിഡിറ്റി വരുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് മാർക്കറ്റിൽ വരുന്ന ഏതാണ് 52,264 എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലിക്വിഡിറ്റീസ് ആണ്. പിന്നെ നമുക്ക് ഈ ഒരു ഏരിയയിൽ ഇഷ്ടംപോലെ ഇന്റേണൽ ലിക്വിഡിറ്റീസ് ഉണ്ട്. ഓക്കെ, ഈ ഒരു ഏരിയയിൽ ഇന്റേണൽ ലിക്വിഡിറ്റീസ് ഉണ്ട്. ഓക്കെ, ഈ ഒരു ഏരിയയിലൊക്കെ ഇഷ്ടംപോലെ ഇന്റേണൽ ലിക്വിഡിറ്റീസ് ഉണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ഇന്റേണൽ ലിക്വിഡിറ്റീസ് എടുത്തിട്ട് നമുക്ക് എന്താണ് മാർക്കറ്റിലൊരു ചെറിയ സ്കാൽപ്പിങ്ങും കാര്യങ്ങളും ചെയ്യാം. പക്ഷേ അല്ലാതെ നമുക്ക് എന്താണ് ഒരു നല്ലൊരു ട്രെൻഡ് കാര്യങ്ങൾ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു എക്സ്റ്റേണൽ ലിക്വിഡിറ്റീസ് എടുത്തിട്ട് നല്ലൊരു പ്രൈസ് ആക്ഷൻ നോക്കിയിട്ട് ട്രേഡ് എടുക്കുന്നതായിരിക്കും നല്ലൊരു ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ബാങ്ക് നിഫ്റ്റിയിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസ്. ഈ ചാനൽ പുതിയതായിട്ടാണ് എല്ലാവരും കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഓപ്ഷൻ ബൈയിങ്ങിൻ്റെ നെക്സ്റ്റ് ബാച്ച് നമുക്ക് ഈ ഒരു മാസം വരുന്നുണ്ട്. അപ്പം ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ ഞാൻ എൻ്റെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്കും എൻ്റെ വാട്സപ്പ് നമ്പറും ഈ ഒരു ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കയറി ചെക്ക് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഓപ്ഷൻ ബൈയിങ് കോഴ്സ് ലിക്വിഡിറ്റി ട്രേഡിംഗ് എന്നൊരു കോൺസെപ്റ്റിൽ ഓപ്ഷൻ ബൈയിങ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് എൻക്വയറി ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു ഓൾ.